ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ടാരാസ് ടാരോട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു. നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളതും ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നു എന്നുള്ളതുമാണ് നമ്മളിവിടെ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ്. ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ജനറലിസ്റ്റ് റീഡിംഗ് ആണ്, മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാം. അതുപോലെ തന്നെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം ഇതിനെ എടുക്കുക. ഓക്കെ, അതുപോലെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത് നല്ല നല്ല മൂമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഈ റീഡിങ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കിനി ഇന്ന് സമയമില്ല കാണാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ എപ്പോഴാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ആ സമയത്ത് കാണാവുന്നതാണ്. കാരണം വെച്ചാൽ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് എത്തുന്നത് ആ സമയം തൊട്ടായിരിക്കും നിങ്ങൾക്കിത് വാലിഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ചാടി വരുന്നുണ്ട് കാർഡ്സുകളൊക്കെ. പുള്ളി ചെയ്ത് വന്ന കാർഡുകൾ ഞാൻ നോർമലി എടുക്കാറില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ റിവേഴ്സ് കാർഡ് റീഡിങ്ങും ഞാൻ ചെയ്യാറില്ല. നമ്മൾ റിവേഴ്സ് കാർഡ് വരുവാണെങ്കിൽ അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അപ്രൈറ്റ് ആയിട്ട് തന്നെ റീഡ് ചെയ്യുള്ളൂ. ഓക്കെ, വാവ്, 8 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ജഡ്ജ്മെന്റ്, ജസ്റ്റിസ്. ഓ മൈ ഗോഡ്, ജഡ്ജ്മെന്റ് ആൻഡ് ജസ്റ്റിസ്. ഇനി എന്ത് വേണം നിങ്ങൾക്ക്? ക്യൂൻ ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കപ്സ്, 10 of Pentacles, and the Fool card finally. My God, it's very good. Actually എനിക്ക് ഭയങ്കര എന്താ പറയുക, അത്രയും വളരെയധികം സന്തോഷം തോന്നുന്നു ഈ സ്പ്രെഡ് കാണുമ്പോൾ. ഒരു കാർഡ് പോലും നമുക്ക് നെഗറ്റീവായിട്ട് ഇതിൽ വന്നിട്ടില്ല. ബോട്ടം ഓഫ് ദ ഡെക്ക്, ക്യൂൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, കപ്പിൾ എനർജി, divine masculine, divine feminine energy. Wow. Knight of swords, 9 of wands, 4 of swords. Okay, വളരെ നല്ലൊരു സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൽ ഒരു കാർഡ് പോലും നെഗറ്റീവ് കാർഡ് വന്നിട്ടില്ല. സോ ഹാപ്പി. ഈ സ്പ്രെഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതും എന്താണ് നിങ്ങൾക്ക് വേണ്ടി നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്നുള്ളത്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ ഈ സ്പ്രെഡ് കാണുന്ന സമയത്ത്. പോസിറ്റീവ്, ഭയങ്കര പോസിറ്റീവാണ്. അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡാണ് 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജി. കഴിഞ്ഞ റീഡിങ്ങിൽ നമുക്ക് 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഡൻ ആയിട്ടൊരു ആക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളത്. എനിക്ക് ഞാൻ ഓർക്കുന്നത് സെയിം അത് തന്നെയാണ് ഇപ്പോഴും അവർ ചിന്തിക്കുന്നത്. അവർ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാം. ഫൂളിൻ്റെ എനർജിയാണ് ഇതാ, ന്യൂ ബിഗിനിങ്. അതായത്
ഇപ്പോഴുള്ള എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻ അവർക്ക് മറികടന്ന് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഒന്നുകിൽ നിങ്ങളെ നേരിട്ട് തന്നെ അവർ കാണാൻ വരാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള്, എന്താണെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് അവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. എനിക്കിവിടെ ടൈം പീരീഡ് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 8 days to 8 weeks, 8 days and to 8 weeksനുള്ളിൽ നിങ്ങൾക്ക് ഇവരിൽ നിന്നും ഒരു റെസ്പോൺസ്, പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ലഭിക്കുന്നതാണ്. ഓക്കെ, സം ഓഫ് യു 8 hours ആകാം. ഓക്കെ, അത് റെയറാണ്, റെയർ 1% മാത്രം, എന്നാലും നമുക്കത് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയ തുടക്കം കൊണ്ടുവരണം. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ കോൺഫ്ലിക്ട്സോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മാറ്റി ഒരു ബാലൻസോട് കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരു ട്രാവൽ എനർജി കൂടി എനിക്കിവിടെ കാണുന്നത്. മേ ബി ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഉള്ളവരാണ് ഇത് കാണുന്നതെങ്കിൽ അവർ നിങ്ങളെ ട്രാവൽ ചെയ്തിട്ട് വന്ന് കാണാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടി നമുക്കിവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഒരു ട്രാവലിംഗ് എനർജി ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ഒരു ട്രാവലിംഗ് എനർജി ഇതിന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്കിവിടെ ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ മുന്നേ ഈ ഒരു തേർഡ് പാർട്ടിയെ പേടിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കാതിരുന്നത്. അതായത് അവരുടെ മനസ്സിൽ വളരെയധികം സ്നേഹമുണ്ട് നിങ്ങളോട്. കിങ് ഓഫ് കപ്സ് അതുപോലെ ക്യൂൻ ഓഫ് കപ്സ്, നിങ്ങൾ അവരുടെ ഒരു മാസ്കുലൻ ഫെമിനൻ മാസ്കുലൻ എനർജി ആയിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു സോൾ കണക്ഷൻ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. പക്ഷേ അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളോടുള്ള സ്നേഹം വളരെയധികം അവരുടെ മനസ്സിലുണ്ട്, പക്ഷെ അത് അവർ പുറത്ത് കാണിക്കുന്നില്ല. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അവരത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അത് കാരണം അവരത് നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അതിനുള്ള കാരണം ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് തേർഡ് പാർട്ടി എനർജിയാണ്. ഒന്നുകിൽ അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം, പാരൻസോ അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, മാരീഡുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി അവർക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ആരോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. കഴിഞ്ഞ റീഡിങ്ങിലും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കാരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹമൊന്നും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്നത്, അതായത് പ്രകടമായി ലഭിക്കാതിരുന്നത്. അല്ലാതെ അവരുടെ മനസ്സിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. കിങ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അവർക്ക് നിങ്ങളെ വളരെയധികം ഒരു കമ്പാഷൻ ഒക്കെ ഉണ്ട്, ഉള്ള സ്നേഹം തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് പ്രകടമായി, അതായത് എക്സ്പ്രസ് ചെയ്തിട്ട് ഇതുവരെ അവർ കാണിച്ചിട്ടില്ല. അതിനുള്ള റീസണാണ് ഞാൻ പറയുന്നത് ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോൾ അവർ ഫുൾ എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, എന്തൊക്കെ സാഹചര്യങ്ങൾ എന്തായാലും, ആരൊക്കെ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും അവർ മൈൻഡ് ചെയ്യാതെ, അതായത് ഒരു ക്യുക്കായിട്ട് നിങ്ങളിലേക്ക് വന്നെത്തുക. അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ഫൂളിൻ്റെ എനർജി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് ആരൊക്കെ എന്തൊക്കെ ബാക്കിൽ, നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാകും. ഒരു പട്ടിക്കുട്ടി ഈ ഫൂളിനെ വിളിക്കുന്നുണ്ട്, അതായത് എന്തോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഫൂളിൻ്റെ ഒരു എന്താണ് ഇതിൽ വഴിയിലൂടെ പോവുകയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഫൂളാണ് എന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു എനർജിയാണ്. അതായത് ബാക്കിൽ നിന്ന് ആരൊക്കെ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എതിർക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ തന്നെ
പറയുന്നുണ്ട് ചില സമയങ്ങളിൽ ഇത് വേണ്ട വേണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ആകും എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ മൈൻഡിൽ തന്നെ ഉണ്ടാകുന്നുണ്ടാകും. പക്ഷെ അതുപോലും ഇപ്പോൾ അവർ പരിഗണിക്കുന്നില്ല. അതൊക്കെ എതിർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണം, ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഒരു ജസ്റ്റിസും ജഡ്ജ്മെന്റിന്റെ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളോട് ചെയ്തതിനൊക്കെ അവർ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും എന്താ പറയുക, റെസ്പെക്ട് ഇഷ്യൂസോ വാല്യൂ ഇഷ്യൂസോ ടൈം ഇഷ്യൂസോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങളെ അവരെ ട്രീറ്റ് ചെയ്ത പോലെ ഒന്നും അവർ തിരിച്ച് നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. അതൊക്കെ ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ഒരു ജസ്റ്റിസ് തരണം. അതായത് നിങ്ങൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അവരിൽ നിന്ന്, ആ ഒരു രീതിയിലുള്ള സ്നേഹവും പരിഗണനയൊക്കെ നിങ്ങൾക്ക് തരണമെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അത് അവർ ചിന്തിക്കുന്നത് കൂടാതെ യൂണിവേഴ്സും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം സപ്പോർട്ടാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് നിങ്ങളിൽ വന്നു ചേരേണ്ട ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്കും സോൾ പർപ്പസ് ഉള്ള 2 സോൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. അവരും തമ്മിൽ കണ്ടുമുട്ടുക, നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇവിടെ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ജന്മം ഈ ഒരു രീതിയിൽ നമ്മൾ റിലേഷൻഷിപ്പായിട്ടോ അല്ല ഏത് രീതിയിൽ, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഏത് രീതിയിലുള്ളതാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള ഒരു റീസൺ അതാണ്. അതായത് യൂണിവേഴ്സ് കൂടി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. അതുപോലെ തന്നെ 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി നമുക്ക് വന്നിട്ടുണ്ട്. 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി പറയുന്നത് ഇതാണ്, നിങ്ങളൊരു ഫാമിലി ആയിട്ട്, അതായത് അവരുടെ കുടുംബത്തിലുള്ള ഒരാൾ, അതായത് നിങ്ങളെ വളരെയധികം നമ്മൾ പറയില്ലേ, നമ്മളെ കൂടെയുള്ള ഒരാൾ, ഒരിക്കലും നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത ഒരാൾ, ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ലൈഫ് നിങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് അവരുടെ മനസ്സിൽ. പക്ഷെ അത് പറ്റുന്ന സാഹചര്യം ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ നടക്കാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ലൈഫ് ടൈം കമ്മിറ്റ്മെൻ്റ് എങ്കിലും അവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി നമുക്കിവിടെ പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ അവർക്ക് ഏതോ ഒരാൾക്ക് നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു മീറ്റപ്പ്, അതായത് ഈ ഒരു കണക്ഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ശേഷം നിങ്ങളുടെ 2 പേരുടെയും ലൈഫിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അതായത് കരിയർ റിലേറ്റഡ് ആയി നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിലും മൊത്തത്തിൽ പ്രോസ്പിരിറ്റി, നമ്മുടെ ഒരു ഐശ്വര്യം കൊണ്ടുതരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൂട്ടി കരുതി ഇപ്പോൾ തോന്നുന്ന ഫീലിങ്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അവർ എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ റെഡിയാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ തന്നെയാണ് അവരിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്നത്. ഫുൾ എനർജിയാണ്, ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ നല്ലൊരു റീഡിംഗ് ആണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനുള്ള, ഈ ഒരു കാർഡ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ റീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏകദേശം റീഡിങ് കാണുന്നവർക്ക് ഈ ഓരോ കാർഡിൻ്റെ മീനിങ്സ് അറിയുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ട്വിൻ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ്. എവിടെയൊക്കെ പോയി മറിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ കാണുക, നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ പർപ്പസ് കംപ്ലീറ്റ് ആക്കുക. യൂണിവേഴ്സലിന് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ജന്മം കണ്ടുമുട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു ബന്ധം തകർക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ യൂണിവേഴ്സ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബന്ധമാണിത്, റിലേഷൻഷിപ്പാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് വറിയിടേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് രീതിയിലാണോ ഈ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആ ഒരു രീതിയിൽ തന്നെ പോയിക്കോട്ടെ. നിങ്ങൾക്ക് ഇതിനുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് ഡെഫിനറ്റ്ലി എത്രയും പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന് എന്തെങ്കിലും ഗൈഡൻസ് തരാനുണ്ടോ എന്ന് നോക്കാം.
ട്രസ്റ്റ്. ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ട്രസ്റ്റ് വെക്കുക, യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് വെക്കുക. ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവുകയും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമായി നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഹീൽ ചെയ്യാനുള്ളൊരു ബന്ധമാണിത്. അതായത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി ഇമോഷണലി സോൾ കണക്ഷനായിട്ട് വരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഈ ഒരു ബന്ധം നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ വിട്ട് വേറൊരു സ്ഥലത്ത് പോകില്ല. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയെ വിട്ട് എവിടെയും പോകില്ല. ഈ ഒരു സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ എന്തായിരുന്നു റൊമാൻസ് ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ്. ശരിക്കും പറഞ്ഞാൽ ഈ റീഡിങ് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കിട്ടിയ സ്പ്രെഡ് തന്നെ പറയുന്ന സെയിം കാര്യമാണ് റൊമാൻസ് ഏഞ്ചൽസും പറഞ്ഞിട്ടുള്ളത്. ട്രസ്റ്റ് വെക്കുക. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ട്രസ്റ്റ് വെക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ ആയിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫസ്റ്റ് നമുക്ക് വേണ്ടത് അവിടെ സ്നേഹമല്ല, സ്നേഹത്തെക്കാളും കൂടുതൽ നമ്മളത് വേണ്ടത് വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ തനിയെ ബാക്കിയൊക്കെ വന്നോളും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കുക, അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തെ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇതുവരെ തന്ന കാര്യങ്ങൾക്കൊക്കെ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ലൈഫിൽ ചെയ്യുക. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇല്ലാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ യൂണിവേഴ്സ് നിങ്ങൾ വളരെയധികം അനുഗ്രഹിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയ റീഡിംഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.